കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് അസംബ്ലർ ഡയറക്റ്റീവ്സിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാം. അപ്പോഴേക്കും മറ്റുള്ളവർ ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കാം. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടും അസംബ്ലി ലാംഗ്വേജ് എന്താണ് അസംബ്ലർ ഡയറക്റ്റീവ്, ദെൻ അസംബ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അസംബ്ലി ലാംഗ്വേജ് എന്താ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? കമ്പ്യൂട്ടർ റീഡബിൾ ഫോർമാറ്റായ മെഷീൻ ലാംഗ്വേജിനെ ഹ്യൂമന് മനസ്സിലാകുന്ന രീതിക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ചെയ്യുന്നതിനാണ് അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഹ്യൂമന് അതായത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ റെപ്രസെന്റ് ചെയ്യുന്നു കമ്പ്യൂട്ടറിന്റെ ഭാഷയെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ലൈക്ക് നമുക്ക് എന്താണ് വൺസും സീറോസിന്റെയും കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് മാറ്റിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള പർട്ടിക്കുലർ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നു. ആ ഒരു സിനാരിയോ ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പറയുന്നത്. ഒന്ന് എന്താണ്, ആ ഇൻസ്ട്രക്ഷനിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ഒന്ന് ഓപ്പറേഷൻ ആണ്, എന്ത് ഓപ്പറേഷൻ ആണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ഓപ്പറാൻഡിലാണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ഈ രണ്ട് എന്താണ്, ഈ ബോത്ത് കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഒരു മെഷീൻ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത്. ഇങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻസ് എഴുതുമ്പോൾ ഓപ്പറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തൊരു കോഡാണ് ന്യൂമോണിക് കോഡ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ, എന്ത് ഓപ്പറേഷൻ ആണ് നമ്മൾ ആ ഓപ്പറാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്ററിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഓപ്പറേഷൻ നമ്മൾ സൂചിപ്പിച്ചത് നിമോണിക് കോഡുകൾ വെച്ചുകൊണ്ടാണ്. ഈ നിമോണിക് കോഡിന്റെ കൂടെ തന്നെ ഓപ്പറാൻഡും കൂടെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്, അതൊരു അസംബ്ലി ലാംഗ്വേജ് ആയി മാറുന്നത്. നിമോണിക് കോഡിന്റെ കൂടെ തന്നെ ഓപ്പറാൻഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻസ്ട്രക്ഷൻസിലും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആഡ് എ കോമ ബി എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ആഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ്, ന്യൂമോണിക് കോഡാണ് അസംബ്ലി ലാംഗ്വേജിൽ വരുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത്, ഒരു ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് ആ ഇൻസ്ട്രക്ഷനിൽ രണ്ട് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ഒന്ന്, എന്ത് ഓപ്പറേഷൻ ആണ് നമ്മൾ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഏത് ഓപ്പറാൻഡിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡുകളെയാണ് നിമോണിക്സ് എന്ന് വിളിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ ഓപ്പറേഷനും ഉണ്ടാകും, ഓപ്പറാൻഡുകളും ഉണ്ടാകും. ഈ ഓപ്പറേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡുകളെയാണ് നിമോണിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഓപ്പറാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏത് ഡേറ്റയിലാണോ അല്ലെങ്കിൽ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ അല്ലെങ്കിൽ ഏത് രജിസ്റ്ററിലാണോ നമ്മൾ ചെയ്യേണ്ട ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓപ്പറാൻഡുകൾ എന്ന് വിളിക്കുന്നത്. അതായത് 1+2 ആണെങ്കിൽ അതിലെ 1ഉം 2 ആണ് എന്ത്, ഓപ്പറാൻഡുകൾ. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ്. ആ ഒരു പ്ലസ് കണ്ടന്റിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ വരുമ്പോൾ ആഡ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആഡ്, ലോഡ്, സ്റ്റോർ ഇതൊക്കെ എന്താണ്, നിമോണിക്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, am I ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കേൾക്കുന്നില്ലേ? ഓക്കെ, ഫൈൻ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കുവാണ്, ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. A = B+C എന്നുള്ളതാണ് എന്റെ കോഡ്. A = B+C. അതൊരു ഹൈ ലെവൽ കോഡാണ്. അതായത് സിയിലോ C++ലോ അല്ലെങ്കിൽ ജാവയിലൊക്കെ നമുക്ക് എന്താണ്, A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ബിയുടെയും സിയുടെയും ആഡ് ചെയ്ത് സമ്മിനെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് A = B+C എന്ന് കൊടുത്താൽ മതി, സെമിക്കോളനോടുകൂടി. പക്ഷെ ഒരു അസംബ്ലി ലാംഗ്വേജിൽ ആ കോഡ് എങ്ങനെയാണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിനകത്ത് ഓപ്പറേറ്റർ ഏതാണെന്ന് നോക്കുന്നു. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഓപ്പറേറ്റർ ആണ്. ബിനെയും സിനെയും ആഡ് ചെയ്യുക, അതാണ് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്താണോ അതാണ് അതിന്റെ ഓപ്പറേഷനായി മാറുന്നത്. ആ ഓപ്പറേഷൻ നമ്മൾ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു അസംബ്ലി ലാംഗ്വേജ് കോഡ് അല്ലെങ്കിൽ നിമോണിക് കോഡ് ഉണ്ട്. ആ നിമോണിക് കോഡ് എടുക്കുന്നു. നമ്മുടെ ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത് ആഡ് ആണ്. ആഡ്, ADD, ആഡ് അല്ലെങ്കിൽ അഡീഷന്റെ ആഡാണ് നമ്മുടെ ഇവിടുത്തെ നിമോണിക് കോഡ് എന്ന് പറയുന്നത്. ആ ആഡിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ കൊടുക്കണം, ഓപ്പറാൻഡുകൾ കൊടുക്കണം. അപ്പൊ ഓപ്പറാൻഡുകൾ കൊടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ എന്താണ് ഓർഡർ ഫിൽ ചെയ്യണം. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലേക്കാണോ നമുക്ക് ആദ്യം സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിൾ ആദ്യം കൊടുക്കുക. അതിന് കോമ ഇട്ടിട്ട് ഏതിലാണോ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ആ രണ്ടെണ്ണം കോമ ഇട്ട് എഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ A = B+C എന്നാണ് എങ്കിൽ
എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ബിയുടെയും സിയുടെയും വാല്യൂ കൂട്ടിയതിനു ശേഷം കിട്ടുന്നത് എന്താണോ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക്. അപ്പൊ നമ്മൾ കോഡ് എഴുതുമ്പോൾ ആഡ് എ കോമ ബി കോമ സി, ആഡ് എ കോമ ബി കോമ സി. ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷനും എയും ബിയും സിയും അവിടെ ഉപയോഗിക്കുന്ന ഓപ്പറാൻഡുകളുമാണ്. അതിൽ എ എന്ന് പറയുന്ന ഓപ്പറാൻഡിലേക്ക് നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ളതും ബിയും സിയും എന്താണ് അവിടെ അത് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അസംബ്ലി ഇൻസ്ട്രക്ഷനിലെ ആഡ് എന്ന് പറയുന്ന പാർട്ടിനാണ് നമ്മൾ ന്യൂമോണിക് കോഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെ തമ്മിൽ കൂട്ടാനാണോ നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, അതായത് ബിയും സിയും തമ്മിലുള്ള അഡീഷൻ ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. സോ ആ ബിയും സിയും അവിടുത്തെ സോഴ്സ് ഓപ്പറാൻഡുകളായും ഏത് ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ ഏത് വേരിയബിളിലേക്കാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അത് അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് ആയി മാറുന്നു. സോഴ്സ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ കൂട്ടിയാലാണോ കിട്ടുന്നത്, അതായത് ബിയും സിയും. എന്നാൽ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ആ കൂട്ടി കിട്ടുന്നത് എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത്, എ എന്ന് പറയുന്നതിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് ആയിട്ട് എയും മാറുന്നു. ഓക്കെ ആണോ? സോഴ്സ് ഓപ്പറൻഡ് എന്താണ്, ഡെസ്റ്റിനേഷൻ ഓപ്പറൻഡ് എന്താണ്? സോഴ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനില് എ ഇസ് ഈക്വൽ ടു ബി മൈനസ് സി എന്നാണ്. എ ഇസ് ഈക്വൽ ടു ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറയുന്നതില് ബിയും സിയും സോഴ്സ് ഓപ്പറാൻഡും, എ എന്ന് പറയുന്നത് അതായത് ബി ഒരു 5 ആണ് എങ്കിൽ സി ഒരു 3 ആണ് എങ്കിൽ 5ൽ നിന്ന് 3 മൈനസ് ചെയ്തതിന് ശേഷം എന്താണോ കിട്ടുന്നത് അതിനെ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ന്യൂമോണിക് കോഡ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനിലെ കോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് സബ് ആയിരിക്കും. സബ്സ്ട്രാക്ഷന്റെ സബ്, SUB സബ്. സബ് ഇടുന്നു, സ്പേസ് ഇടുന്നു, അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡിനെ ആദ്യം എഴുതുന്നു. ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സി കുറച്ച് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതിനെ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതാണ് അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. സോ എ ആണ് ആദ്യം എഴുതേണ്ടത്, പിന്നെ ബി കോമ സി. ബിയിൽ നിന്ന് സി കുറച്ചിട്ട് വേണം എഴുതാൻ, അതുകൊണ്ടാണ് എ കോമ ബി കോമ സി. സബ് സ്പേസ് എ കോമ ബി കോമ സി എന്നുള്ളതാണ് എ ഈക്വൽ ടു ബി മൈനസ് സി എന്ന ഹൈ ലെവൽ കോഡിന്റെ അസംബ്ലി ലാംഗ്വേജ് വരുന്നത് അല്ലെങ്കിൽ അസംബ്ലി ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അസംബ്ലി ഇൻസ്ട്രക്ഷനില് 2 കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ഒരു ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസംബ്ലി ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് പറയാൻ അസംബ്ലി ലാംഗ്വേജിൽ ഒരു കോഡ് ഉപയോഗിക്കും. ആ കോഡിന് പറയുന്ന പർട്ടിക്കുലർ പേരെന്താണ്? നിമോണിക്. നിമോണിക് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജിലെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനെ സൂചിപ്പിക്കുന്നത്. ഇനി എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതിലെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് ഏതാണ്? എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. എസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ്. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതിന്റെ അസംബ്ലി ലാംഗ്വേജ് കോഡ് എങ്ങനെ വരും? എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതിന്റെ അസംബ്ലി ലാംഗ്വേജ് കോഡ്. അസംബ്ലി ലാംഗ്വേജ് കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേഷനും എഴുതണം, ഓപ്പറാൻഡും എഴുതണം. ആഡ് എസ് കോമ എ കോമ ബി. കുറച്ചുപേര് ആഡ് മാത്രമേ എഴുതിയുള്ളൂ. ആഡ് മാത്രം എഴുതിയാൽ പോരാ. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ അസംബ്ലി ലാംഗ്വേജ് കോഡ് എഴുതാൻ പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ ദെൻ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പറാൻഡുകൾ കോമയിട്ട് എഴുതണം. ആഡ് എസ് കോമ എ കോമ ബി. വെരി ഗുഡ്. എം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അതിലെ സോഴ്സ് ഓപ്പറാൻഡുകൾ ഏതൊക്കെയാണ്? എം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അതിലെ സോഴ്സ് ഓപ്പറാൻഡ് എക്സ് വൈ എന്നിവയാണ് അവിടുത്തെ സോഴ്സ് ഓപ്പറാൻഡുകൾ. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കണ്ടിന്യൂ ചെയ്താലോ? സോ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഹൈ ലെവൽ കോഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അസംബ്ലി ലാംഗ്വേജ് എഴുതാൻ ഒരു ഷോർട്ട് കാര്യങ്ങളുടെ ചെറിയ കാര്യങ്ങളുടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി മൈനസ് ഡി ആണ്. എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി മൈനസ് ഡി. ബി പ്ലസ് സി മൈനസ് ഡി. സോ ബി പ്ലസ് സി മൈനസ് ഡി അവിടെ എന്താണ്? ഒരു പ്ലസ് ഓപ്പറേഷനും ഉണ്ട്, മൈനസ് ഓപ്പറേഷനും ഉണ്ട്. സോ നമ്മൾ പ്രയോറിറ്റി ആർക്ക് കൊടുക്കും? പ്ലസ് ഓപ്പറേഷൻ കൊടുക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബിയും സിയും കൂട്ടും, എന്നിട്ട് ഡി കുറയ്ക്കും, എന്നിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈക്ക് അതിനകത്ത് നിന്ന് എടുക്കാനുള്ള ഒരു മെത്തേഡ് ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ആണ് ടെമ്പററി വേരിയബിൾ എന്ന കൺസെപ്റ്റ്. എന്താണ്? ടെമ്പററി വേരിയബിൾ എന്ന കൺസെപ്റ്റ്.
ഈ ടെമ്പററി വേരിയബിളിന് അല്ലെങ്കിൽ ടെമ്പററി രജിസ്റ്റർ ഒക്കെ ഉണ്ട്. ഈ ടെമ്പററി വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ടി എന്ന് പറയുന്നത്. എന്താണ് ടി? അപ്പൊ നമുക്ക് ആദ്യം B+C ആണ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ടി എന്ന് പറയുന്ന വേരിയബിൾ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ് ആയിട്ട് എടുക്കുന്നു. B,C ഇടുന്നു. ആഡ് T,B,C. ടി എന്ന് പറയുന്നത് ഒരു ടെമ്പററി വേരിയബിൾ ആണ്. എന്തിനാണ് ആ ടെമ്പററി വേരിയബിൾ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഓപ്പറേഷൻ നടക്കണം. അതായത് ബിയും സിയും കൂട്ടിയിട്ട് ആ കൂട്ടി കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് ഡി കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഡയറക്റ്റ് കുറയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഓപ്പറേഷനായ B+C ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടി എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു, അഡീഷൻ പെർഫോം ചെയ്യുന്നു. ആഡ് T,B,C. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ ഓപ്പറേഷനായ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നു. സബ് അവിടുത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണ്? എയിലേക്കാണ് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ A,T,D. ടിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പററി വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന B+Cയുടെ സമ്മിൽ നിന്ന് ഡി മൈനസ് ചെയ്ത് എയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് സബ് A,T,D എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. ആം ഐ ക്ലിയർ? ഒന്നുകൂടെ പറയണോ? അതായത് പറയാം. നമ്മുടെ നെക്സ്റ്റ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു സിംഗിൾ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സിംഗിൾ ഓപ്പറേഷൻ വരുന്ന കേസ് ആയിരുന്നു. A=B+C അല്ലെങ്കിൽ S=A-B. എന്ത് കേസ് ആണെങ്കിലും എന്താണ്? ഒരു സിംഗിൾ ഓപ്പറേറ്ററേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ നിമോണിക് കോഡ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ നമുക്ക് തരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് എഴുതി നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: A=B+C - D. എന്താണ്? A=B+C - D. B+C, ബിയിലേക്ക് സി കൂട്ടണം, ദെൻ കൂട്ടി കിട്ടുന്നതിൽ നിന്ന് ഡി മൈനസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെ വേണം, അല്ലെങ്കിൽ എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെ വേണം എയിലേക്ക് സ്റ്റോർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ബി എന്ന് പറയുന്നത് 8 ആണ് എങ്കിൽ, ബി എന്ന് പറയുന്നത് 8 ആയിക്കോട്ടെ, 8 ആണ് എങ്കിൽ സി എന്ന് പറയുന്നത് 2 ആണ് എങ്കിൽ 8ഉം 2ഉം കൂട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്താണോ കിട്ടുന്നത്, 8ഉം 2ഉം കൂട്ടിയ 10 കിട്ടും. ആ 10ൽ നിന്ന് ഡി എന്ന് പറയുന്ന 5 മൈനസ് ചെയ്തിട്ടുള്ള റിസൾട്ടിനെയാണ്, 10ൽ നിന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ 5, ആ 5നെയാണ് എയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. 8ഉം 2ഉം കൂട്ടണം, ആ കൂട്ടി കിട്ടുന്നതിൽ നിന്ന് 5 കുറയ്ക്കണം, എന്നിട്ട് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഒരു ഓപ്പറേഷനിലൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ അഡീഷൻ നടക്കുന്നുണ്ട്, സബ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പ്രയോറിറ്റി അഡീഷന് പോകുന്നു. ബിനോട് സി കൂട്ടിയിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നുള്ളൂ, അല്ലാതെ സിയിൽ നിന്ന് ഡയറക്റ്റ് ഡി മൈനസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? B+C എന്ന് പറയുന്ന അഡീഷൻ പ്രോസസ്സ് ആദ്യം നടത്തുന്നു. അപ്പൊ അഡീഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ നമുക്ക് എന്താണ്? ബിയും സിയും കൂട്ടിയിട്ട് എ എന്ന് പറയുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ 10 അല്ല നമുക്ക് കിട്ടേണ്ടത്, 5 ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ 5 കിട്ടുമ്പോൾ മാത്രമേ എയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വേറൊരു ടെമ്പററി വേരിയബിളിനെ വിളിക്കുന്നു. ആ ടെമ്പററി വേരിയബിൾ ആണ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ടി. ആ ആഡ് T,B,C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുള്ള 8നെയും സിയിലുള്ള 2നെയും കൂടെ കൂട്ടിക്കിട്ടുന്ന 10നെ ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ ആണോ? അത്രയും ഓക്കെ. സോ അങ്ങനെ 10നെ നമ്മൾ എവിടെ വെച്ചു? ടി എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ എന്താണ്? ഈ B+C ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് 5ആയ ഡിനെ കുറയ്ക്കണം. സോ അവിടെ നമ്മുടെ ഫംഗ്ഷൻ വരുന്ന ഏതാണ്? ഓപ്പറേഷൻ വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷന്റെ ന്യൂമോണിക് കോഡായ SUB നമ്മൾ ഉപയോഗിക്കുന്നു. ആ SUB കൊടുക്കുമ്പോൾ അവിടെ നമുക്കൊരു സംഭവം ഉണ്ട്. അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എ ആണ്. 10ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടുന്ന 5നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എ എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. അതുകൊണ്ട് തന്നെ സബ്ട്രാക്ഷന്റെ കോഡായ സബ് എഴുതിയിട്ട് നമ്മൾ ആദ്യം എഴുതേണ്ട ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് എ ആയിരിക്കും. സബ് A, ഇനി നമുക്ക് എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? B+Cയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. B+Cനെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ടെമ്പററി വേരിയബിൾ ആയ ടിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? T,D കൊടുക്കുന്നു. ടിയിൽ 10 ഉണ്ട്, ആ 10ൽ നിന്ന് 5 കുറയ്ക്കും, കിട്ടുന്ന വാല്യൂവിനെ എ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ ആണോ? അവിടെ ടെമ്പററി വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ടെമ്പററി വേരിയബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഉണ്ട് നമ്മൾ പഠിക്കും. ആ ടി കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാം. 2 ഓപ്പറേഷൻസ് ഒക്കെയാണ് അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷനിൽ വരുന്നത് എങ്കിൽ.
ഇനി നമുക്ക് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ഇനി നമുക്ക് പറയുന്നത് എന്താണ്, ഈ ഓപ്പറാൻഡുകൾ, അതായത് ഇപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് പറഞ്ഞു, സോഴ്സ് ഓപ്പറാൻഡ് പറഞ്ഞു, ഈ ഓപ്പറാൻഡുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എന്തിലാണോ ഓപ്പറേഷൻ നടത്തുന്നത്, ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പറേഷൻ അഡീഷൻ ആകാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ആ ഓപ്പറേഷൻ എന്ത് ഡേറ്റയിലാണോ നടത്തുന്നത് ആ ഡേറ്റയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എയും ബിയും സിയും ഒക്കെ എന്താണ്, ഡിഫറെന്റ് ടൈപ്സിലുള്ള വേരിയബിൾസ് ആണ്. അതെല്ലാം എന്താണ്, ഓപ്പറാൻഡ് കാറ്റഗറിയിലാണ് പെടുന്നത്. പക്ഷേ ഈ ഓപ്പറാൻഡുകളൊക്കെ എന്താണ്, നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫിസിക്കൽ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ഡേറ്റ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ് ഒരു 5 3 കൂട്ടാനുള്ള ഫംഗ്ഷൻ ആണ് എങ്കിൽ, അല്ലെങ്കിൽ 5 3 കൂട്ടാനുള്ള ഒരു പ്രോഗ്രാം ആണ് എങ്കിൽ, ഈ 5 3 എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ കീബോർഡിൽ നിന്ന് എടുക്കുന്നു, കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്ന സാധനത്തിന് നമ്മൾ എവിടെ വെക്കുന്നു, മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, രജിസ്റ്ററി കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ഉണ്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഓപ്പറാൻഡുകൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓപ്പറാൻഡുകളുടെ ഫിസിക്കൽ ലൊക്കേഷനെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ കീബോർഡിൽ നിന്ന് എടുത്ത വഴി എവിടെ കൊണ്ടുവയ്ക്കാം, മെമ്മറി കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് എടുത്ത വഴി പ്രോസസ്സർ പ്രോസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അത് രജിസ്റ്ററിൽ, രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ്സർ എന്ന ഹാർഡ്വെയർ കമ്പോണന്റിന്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. സോ നമുക്ക് രജിസ്റ്ററിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്താണ് ഈ 5 3 8 കൂട്ടിയിട്ട് ആ 8നെ പിന്നീട് ഒരു ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കാന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്താണ് ഈ അസംബ്ലി ലാംഗ്വേജ് വെച്ച് ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 5ൽ നിന്ന് 3 കുറയ്ക്കുക എന്നായിരുന്നു. 5ൽ നിന്ന് 3 കുറച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു 2 ഉണ്ട്. ആ 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ ചെയ്ത് വെച്ചേക്കുവാണ്, അതായത് 2 ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്റെ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ 2നോട് 2 കൂട്ടുക, അല്ലെങ്കിൽ 2നോട്, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, നമ്മുടെ ഓപ്പറാൻഡുകളെ, അതായത് നമുക്ക് എന്ത് ഡേറ്റയിലാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത്. ഈ ഓപ്പറാൻഡുകളെ സ്റ്റോർ ചെയ്യാൻ കമ്പ്യൂട്ടറിൽ 3 ലൊക്കേഷൻസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറിയാണ്. നമ്മൾ ഇൻപുട്ടിൽ നിന്നൊരു കീബോർഡിൽ നിന്നൊരു ഇൻപുട്ട് എടുക്കുന്നു, ആ ഇൻപുട്ടിന് നമുക്ക് ഡയറക്റ്റ് മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മൾ എന്താണ്, ഈ കിട്ടുന്ന ഇൻപുട്ടിന് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു അതിനെന്താണ്, ഈ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ടിനെ ഒന്നുകിൽ അത് ഡയറക്റ്റ് മെമ്മറിയിലേക്ക് കൊടുക്കുന്നു, അതല്ല എങ്കിൽ അത് ഡയറക്റ്റ് പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നു. എന്തുകൊണ്ടായിരിക്കും, ഇപ്പൊ നമുക്ക് ആ കിട്ടുന്ന ഇൻപുട്ടിനെ അപ്പൊ തന്നെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ അപ്പൊ തന്നെ പ്രോസസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രോസസ്സറിലേക്കായിരിക്കും കൊടുക്കുന്നത്. സോ പ്രോസസ്സറിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്രോസസ്സർ എന്ന ഹാർഡ്വെയർ കമ്പോണന്റിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട്. ആ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന കൺസെപ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യായിരിക്കും, രജിസ്റ്റേഴ്സിലായിരിക്കും ചിലപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി അതുമല്ല എങ്കിൽ ഞാനൊരു പ്രോഗ്രാം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു, ആ ഔട്ട്പുട്ടിനെ ഇമ്മീഡിയറ്റ്ലി ഞാൻ നെക്സ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതും എന്റെ എവിടെ ഉണ്ടാകും, പ്രോസസ്സറിനകത്ത് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു ഇമ്മീഡിയറ്റ് യൂസേജിനെയാണ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ 3 രീതിയിലാണ് നമുക്ക് ഓപ്പറാൻഡുകളെ ഫിസിക്കലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഫിസിക്കൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അതിനെ അഡ്രസ് വെച്ച് കോൾ ചെയ്യാൻ പറ്റുന്നു. സോ ഒരു രജിസ്റ്ററിലാണെങ്കിൽ നമുക്ക് എന്താണ്, രജിസ്റ്റർ ഓപ്പറാൻഡ്സ് ഇൻ രജിസ്റ്റർ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻസിന് എന്താണ്, ഫാസ്റ്റ് ആയിട്ട് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ രജിസ്റ്റേഴ്സ് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നു. കാരണം പ്രോസസ്സറിന്റെ തൊട്ടടുത്താണ് രജിസ്റ്റേഴ്സ് വരുന്നത്. മെമ്മറിയിൽ പോയി ഒരു ഓപ്പറാൻഡിനെ ആക്സസ് ചെയ്യുന്നതിനേക്കാളും, ആ മെമ്മറി ആക്സസ് ടൈമിനേക്കാളും വളരെ കുറച്ച് മതി നമുക്ക് എവിടെ, ഈ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത്. സോ രജിസ്റ്ററിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കുന്നു. ഇനി സ്മോൾ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് കോമൺലി എന്ത് വരുന്നുണ്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. RISC-V ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം RISC-V ആർക്കിടെക്ചർ എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു. RISC-V ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പ്രോസസ്സർ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആർക്കിടെക്ചർ ആണ്. ഈ RISC-V ആർക്കിടെക്ചറിന്റെ കേസ് പറയുവാണെങ്കിൽ അതിന് 32 രജിസ്റ്റേഴ്സ് ഉണ്ട് പ്രോസസ്സറിന്റെ അകത്ത്. ഈ 32 രജിസ്റ്റേഴ്സിനെ നമ്മൾ രജിസ്റ്റർ സെറ്റ് എന്ന് വിളിക്കുന്നു. അത് മൾട്ടി പോർട്ടഡ് ആയിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ്, കുറച്ച് രജിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ബട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് വരുന്നത് തന്നെ എന്താണ്,
ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു, പെട്ടെന്നുള്ള ഒരു പ്രോസസ്സിംഗ് നടത്താൻ പറ്റുന്നു. അങ്ങനെയുള്ള ഒരു കേസിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് ഇൻപുട്ട് യൂണിറ്റ് വഴി എടുക്കുന്ന എന്തിനെ ഡേറ്റാസിനെ അല്ലെങ്കിൽ ഓപ്പറാൻഡുകളെ സ്റ്റോർ ചെയ്യുള്ളൂ. എവിടെ? രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ. അതല്ലാത്ത കേസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻപുട്ടിനെ ഇപ്പോൾ പ്രോസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് മെമ്മറിയിൽ കൊണ്ടായാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ രജിസ്റ്ററിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്യാനുള്ളതാണ്, ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് നടത്താനുള്ള ഒരു കേസാണ്, അങ്ങനെയുള്ളൊരു സെനാരിയോ ആണ് എങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സിലായിരിക്കും. RISC-V ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ രജിസ്റ്റർ സെറ്റ് എന്ന് വിളിക്കുന്നു. മൾട്ടി പോർട്ടഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ഫയൽ ഫോർമാറ്റിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ്. എങ്ങനെയാണ് രജിസ്റ്റേഴ്സിനകത്ത് ഓപ്പറാൻഡ്സ്, ആ ഒരു കൺസെപ്റ്റ് അതിന്റെ കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഹെവി ടോപ്പിക് ഒന്നും അല്ല. ഓപ്പറാൻഡ്സ് രജിസ്റ്റേഴ്സിലും മെമ്മറിയിലും കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ. ഇനി കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്തത് മൂലം നമുക്ക് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസിനെയാണ്. അത് നമുക്ക് രജിസ്റ്ററിലോ അല്ലെങ്കിൽ മെമ്മറിയിലോ ഒന്നും സ്റ്റോർ ചെയ്യേണ്ട കേസ് വരുന്നില്ല. നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ 5 3 കൂട്ടി 8 കിട്ടി, ആ 8ൽ നിന്ന് 2 കുറയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് എങ്കിൽ ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട്, അതായത് നമ്മൾ ഓൾറെഡി പ്രോസസ്സിന് ചെയ്തു വെച്ചേക്കാണ്. 5 + 3 എന്നുള്ളത് ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു വെച്ചു, അതിന്റെ ഔട്ട്പുട്ട് നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത ഓപ്പറേഷനിൽ നമുക്ക് ഈ 8 ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാൻ പറ്റുന്നു. അതാണ് പറയുന്നത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് മെമ്മറി കൊണ്ടുപോയോ അല്ലെങ്കിൽ രജിസ്റ്റർ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂമോണിക് കോഡാണ് ADDIRD എന്ന് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇപ്പൊ 5 3 അല്ലെങ്കിൽ 5ൽ നിന്ന് 3 കുറച്ച് വെച്ച് നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ആ 2ലേക്ക് 4 കൂട്ടണമെങ്കിൽ ആഡ് ആഡ് ഏത് സ്റ്റോറേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് A, ഈ പർട്ടിക്കുലർ വേരിയബിൾ, അതായത് 5ൽ നിന്ന് 3 കുറച്ച് 2, 4 എന്ന് കൊടുത്താൽ മതി. കാരണം ആ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ വാല്യൂനെ വിളിക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ നമ്മൾ പറഞ്ഞു RISC-V ആർക്കിടെക്ചറിൽ 32 രജിസ്റ്റർ സെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 32 രജിസ്റ്റർ സെറ്റിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് രജിസ്റ്റർ സെറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ 0 ആയിട്ടുള്ളതിന്റെ പേര് 0 തന്നെയാണ്. കാരണം അതിനകത്ത് എപ്പോഴും വാല്യൂ 0 ആയിരിക്കും. അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ 0 സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് രജിസ്റ്റർ 0 എന്ന് പറയുന്നത്. സോ 32 രജിസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ 0 എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ 0 to 31 ആണ് നമ്മുടെ രജിസ്റ്റർ നെയിം വരുന്നത്, അല്ലെങ്കിൽ നമ്പർ വരുന്നത്. അതിൽ 1 എന്ന് പറയുന്ന ഒരു റിട്ടേൺ അഡ്രസ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും 2 എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ, നമ്മൾ മെമ്മറി ഹൈറാർക്കി അല്ലെങ്കിൽ മെമ്മറി മാപ്പിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, സ്റ്റാക്കിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറി സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റാക്ക് പോയിന്റർ എവിടെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോസസറിന്റെ അകത്തെ രജിസ്റ്ററിൽ ഒരു സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ, ലൈക്ക് ഫസ്റ്റ് രജിസ്റ്റർ നമ്പറിന് സെക്കൻഡ് രജിസ്റ്റർ നമ്പറിന് ആ പേരാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാക്ക് പോയിന്ററിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് രജിസ്റ്റർ നമ്പർ ഗ്ലോബൽ പോയിന്റർ ആണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറി മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പർട്ടിക്കുലർ സെക്ഷനിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് 3 എന്ന് പറയുന്നത്. ഇനി ത്രെഡ് പോയിന്റർ നമ്മൾ പറഞ്ഞാണ് 4th 1, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയുള്ളൊരു കൺസെപ്റ്റ് ആണ് T0 മുതൽ T2 വരെ, T0 T1 T2, അതായത് രജിസ്റ്റർ നമ്പർ 5 മുതൽ 7 വരെ എന്ന് പറയുന്നതും T3 മുതൽ 6 വരെ, T3 മുതൽ 6 വരെ, അതായത് രജിസ്റ്റർ നമ്പർ 28 മുതൽ 31 വരെ എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ്സ് ഓർക്കുക. T0 മുതൽ T2 വരെ, T3 മുതൽ T6 വരെ, അതായത് T0 to T6, T0 T1 T2 T3 T4 T5 T6, അങ്ങനെ 7 ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ RISC-V ആർക്കിടെക്ചറിൽ. 7 ടെമ്പററി രജിസ്റ്റേഴ്സ്. എന്താണ് ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ എന്താണ് 2 ഓപ്പറേഷനൊക്കെ അല്ലെങ്കിൽ 2 ഓപ്പറേറ്റർ വെച്ചൊരു കോഡ് വരുന്ന കേസ് പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ഒരു പർട്ടിക്കുലർ സംഭവം ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു പർട്ടിക്കുലർ ടെമ്പററി വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞു. ഇവിടെ ആക്ച്വലി ടെമ്പററി വേരിയബിൾ അല്ല അവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ്, ഒരു ടെമ്പററി രജിസ്റ്ററിലേക്കാണ് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നു, അതിന്റെ വാല്യൂ ടെമ്പററിലി സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഒരു സെനാരിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ടെമ്പററി രജിസ്റ്റേഴ്സ് RISC-V ആർക്കിടെക്ചറിൽ 7 എണ്ണം ഉണ്ട്, 0 മുതൽ 6 വരെ T വെച്ചുകൊണ്ട്. T0 T1 T2 T3 T4 T5 T6, അങ്ങനെ 7 ടെമ്പററി രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. എന്തിനാണ് ടെമ്പററി രജിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ, ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാല്യൂവിനെ ഒരു ടെമ്പററി പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം എന്ന കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്പീഡിലാണോ പോണേ? മനസ്സിലാവുന്നില്ലേ വളരെ?
ഓക്കെ ഫൈൻ. ഇനി അവിടെ വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട്, സേവ്ഡ് രജിസ്റ്റേഴ്സ്. സേവ്ഡ് രജിസ്റ്റർ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നോർമൽ രജിസ്റ്റർ ആണ് സേവ്ഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു രജിസ്റ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോറേജ് നടത്തുന്നത്. സോ S0 മുതൽ S11 വരെ 12, S0 മുതൽ S11 വരെ, S0, S1, S2, S3, S4, S5, S6 അങ്ങനെ S11 വരെ 12 സേവ്ഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സേവ്ഡ് രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നോർമൽ രജിസ്റ്റേഴ്സ് ആണ്. നമ്മളിപ്പോ ആഡ് A, B, C എന്ന് പറഞ്ഞു. അതിനകത്ത് ഈ A എന്ന് പറയുന്ന വേരിയബിളും B എന്ന് പറയുന്ന വേരിയബിളും C എന്ന് പറയുന്ന വേരിയബിളും ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ് നടത്താൻ വേണ്ടി നമ്മൾ പ്രോസസ്സറിന്റെ ഉള്ളിലുള്ള രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് വെക്കും. സോ ഏത് രജിസ്റ്ററിലാണ് നമ്മൾ A സ്റ്റോർ ചെയ്യുന്നത്, ആ Aയുടെ സ്ഥലത്ത് നമ്മൾ ആ രജിസ്റ്ററിന്റെ പേരാണ് കൊടുക്കുക. B സ്റ്റോർ ചെയ്യുന്നത് ആ Bയുടെ രജിസ്റ്ററിന്റെ പേരാണ് കൊടുക്കുക. സി എന്ന് പറയുന്ന കണ്ടന്റ് ഏത് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ രജിസ്റ്ററിന്റെ പേരാണ് കൊടുക്കുക. കാരണം ആ ലൊക്കേഷൻ വെച്ചാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോർമൽ രജിസ്റ്റേഴ്സ് ആണ് സേവ്ഡ് രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ ആണോ? പിന്നെ അവിടെ A0 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ്, ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ സേവ്ഡ് രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റും ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റും ആണ്. സേവ്ഡ് രജിസ്റ്റർ എന്ന് വെച്ചൊന്നുമില്ല, ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ്. നമുക്ക് എന്തെങ്കിലും വേരിയബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റാസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ S0 മുതൽ S11 വരെയുള്ള കാറ്റഗറിയുള്ള രജിസ്റ്റർ നെയിമുകളാണ്. എന്നാൽ ടെമ്പററിലി നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഡൂയിങ് എ ടാസ്ക് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഡൂയിങ് എ പ്രോഗ്രാം അല്ലെങ്കിൽ ബിറ്റ്വീൻ ഡൂയിങ് എൻ ഇൻസ്ട്രക്ഷൻ ലൈൻ, ഒരു ഇൻസ്ട്രക്ഷൻ ലൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടെമ്പററി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടെമ്പററി രജിസ്റ്റേഴ്സ് ആണ്. അങ്ങനെ ടെമ്പററി രജിസ്റ്റേഴ്സ് 0 മുതൽ 6 വരെ 7 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ പർട്ടിക്കുലർ ഒരു രജിസ്റ്റർ സെറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പർ 0 ഓൾവേസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടുള്ള 0 ആണ് സേവ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സേവ്ഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റില് S0 മുതൽ S11 വരെ 12 രജിസ്റ്റേഴ്സ് ആണുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റില് T0 മുതൽ T6 വരെ 7 രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇന്റർമീഡിയറ്റ് വാല്യൂസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എന്താണ്, ആഡ് A, B എന്ന് പറയുന്ന ആഡ് A, B എന്ന് പറയുന്ന ആഡ് A, B, C, അതായത് A is equal to B plus C എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് അസംബ്ലി ലാംഗ്വേജിൽ എങ്ങനെ എഴുതാൻ നമ്മൾ പറഞ്ഞിരുന്നു, ആഡ് A, B, C. ഇവിടെ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞേക്കുവാണ് A എന്ന് പറയുന്ന വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് S0, A എന്ന് പറയുന്ന വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രജിസ്റ്റർ ആണ് S0. B എന്ന് പറയുന്ന വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് S1 എന്ന് പറയുന്ന രജിസ്റ്റർ. C എന്ന് പറയുന്ന വേരിയബിളിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് S2 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇനി വേരിയബിൾ കൺസെപ്റ്റ് വെച്ചുകൊണ്ടല്ല, നമ്മൾ എന്താണ് ഒരു ബിടെക് ലെവലിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഏത് രജിസ്റ്ററുകളാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രജിസ്റ്ററുകളാണ് ഈ അഡീഷൻ ഓപ്പറേഷനിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ആഡ് S0, S1, S2 എന്ന് പറഞ്ഞാൽ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്തിന്റെ വാല്യൂ, S1ന്റെയും S2ന്റെയും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. S0 എന്ന് പറയുന്ന രജിസ്റ്റർ A എന്ന് പറയുന്ന സിമ്പലിനും S1 എന്ന് പറയുന്ന രജിസ്റ്ററും S2 എന്ന് പറയുന്ന രജിസ്റ്ററും Bയും Cക്കും എന്താണ് റെസ്പെക്റ്റീവ്ലി ഈക്വൽ ആണ്. അങ്ങനെ വേണം നമ്മൾ എഴുതാൻ. അതായത് രജിസ്റ്റർ കൺസെപ്റ്റിൽ വേണം എപ്പോഴും പ്രോഗ്രാം എഴുതാൻ എന്നാണ് പറയുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് B മൈനസ് C ആണ്. A is equal to എന്താണ്, B മൈനസ് C ആണ്. അപ്പൊ ഇവിടെ വേറെ ആദ്യം പറഞ്ഞിരിക്കുന്നത് A, B, C എന്ന് പറയുന്ന വേരിയബിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് S0, S1, S2 എന്ന് പറയുന്ന സേവ്ഡ് രജിസ്റ്റേഴ്സിലാണ്. A മുതൽ C വരെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് S0 മുതൽ S2 വരെയുള്ള സേവ്ഡ് രജിസ്റ്റേഴ്സിലാണ്. F മുതൽ J വരെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് S3 മുതൽ S7 വരെയുള്ള സേവ്ഡ് രജിസ്റ്റേഴ്സിലാണ്. അങ്ങനെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുണ്ടോ, എന്താണ് ഇതിൽ ഇങ്ങനെയാണ്, നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, S0 ഏതാണ് നോക്കുക, S1 ഏതാ നോക്കുക, S2 ഏതാ നോക്കുക, S3 ഏതാ നോക്കുക, അങ്ങനെ നമ്മൾ ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം നമ്മുടെ കോഡ് നോക്കുക. ഇവിടെ കോഡ് തന്നിരിക്കുന്നത് A is equal to B minus C എന്നാണ്. A is equal to B minus C. അപ്പൊ A എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, S0ക്ക് തുല്യമാണ്. B എന്ന് പറയുന്നത് S1ന് തുല്യമാണ്. C എന്ന് പറയുന്നത് S2ന് തുല്യമാണ്. സോ നമുക്ക് A is equal to B minus C എന്ന് പറയുന്ന ഓപ്പറേഷനെ അല്ലെങ്കിൽ ആ ഒരു ഹൈ ലെവൽ കോഡിനെ ആദ്യമേ തന്നെ സബ് A, B, C എന്ന് എഴുതാം. സബ്ട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. A ആണ് അവിടുത്തെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ്, B യും C ആണ് അവിടുത്തെ സോഴ്സ് ഓപ്പറാൻഡ്.
അതിനുശേഷം ഈ എയുടെയും ബിയുടെയും സിയുടെയും പകരം നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? സബ് എ എന്ന് പറയുന്നത് S0 ആണ്. അപ്പൊ സബ് S0, S1, S2. സബ് S0, S1, S2. S1ഉം S2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആ ബിക്കും സിക്കും ഉള്ള വാല്യൂ ആണ്. ബിയും സിയും എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ മുതൽ സി വരെ S0 മുതൽ S2 വരെ അല്ലേ, എഫ് മുതൽ ജെ വരെ S3 മുതൽ S7 വരെ എന്ന് പറയുന്ന രജിസ്ട്രേഷനിലാണ് സേവ് ചെയ്തേക്കണമെന്ന് ഓൾറെഡി നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ അതനുസരിച്ച് നമ്മൾ ഇവിടെ നോക്കി എഴുതിയാൽ മതി. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഇസിക്കൽ ടു ജി പ്ലസ് എച്ച് മൈനസ് ഐ പ്ലസ് ജെ ആണ്. എന്താണ്? ജി പ്ലസ് എച്ച് ഒരു ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു, ഐ പ്ലസ് ജെ മറ്റൊരു ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യും, ആദ്യം ഈ രണ്ട് അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, മൈനസ് ചെയ്യാൻ. സോ ഈ രണ്ട് അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂസ് കിട്ടും. അങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് വാല്യൂസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് രജിസ്റ്റർ അല്ലെങ്കിൽ ഏത് വേരിയബിൾ ഉപയോഗിക്കുന്നത്, ടെമ്പററി വേരിയബിൾ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ആദ്യം ജിനെയും എച്ചിനെയും കൂട്ടുന്നു, ആ കൂട്ടി കിട്ടുന്ന വാല്യൂവിനെ T0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഐനെയും ജെനെയും കൂട്ടുന്നു, അവിടെ കിട്ടുന്ന വാല്യൂവിനെ T1 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നമുക്ക് എന്താണ്, ഫൈനൽ ഓപ്പറേഷൻ ആയി സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. എഫിന്റെ പർട്ടിക്കുലർ എന്താണോ വാല്യൂ, S3 ആണ് ഇവിടെ. S3, ഇനി ഈ ജി പ്ലസ് എച്ചിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്കാണ്. അപ്പൊ T0, ദെൻ ഐ പ്ലസ് ജെനെ ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് T1 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്കാണ്, T1. അങ്ങനെ സബ് S3, T0, T1 എന്നതായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കോഡിന്റെ എന്ത് വരുന്നത്, അസംബ്ലി ലാംഗ്വേജ് കോഡ് വരുന്നത്. അത് നിങ്ങളൊന്ന് എഴുതി നോക്കുമായിരിക്കും ബെറ്റർ. എഴുതിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ഹോംവർക്ക് പോലെ വേറൊരു ക്വസ്റ്റ്യൻ തരാം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ തരുമായിരിക്കും നല്ലത് അല്ലെ, അല്ലെങ്കിൽ ഈച്ച കോപ്പി പോലെയാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി രജിസ്റ്റേഴ്സ് ആർ ദെയർ ഇൻ എ RISC-V ആർക്കിടെക്ചർ. RISC-V ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം എത്ര രജിസ്റ്റേഴ്സ് ആണുള്ളത്? 32 രജിസ്റ്റേഴ്സ് ആണുള്ളത് അല്ലെ. ഈ 32 രജിസ്റ്റേഴ്സില് ഫസ്റ്റ് രജിസ്റ്ററിന്റെ പേരെന്താണ്? ഫസ്റ്റ് രജിസ്റ്ററിന്റെ പേര് ടെമ്പററി രജിസ്റ്റേഴ്സിന്റെ അഡ്രസ് എവിടെ മുതൽ എവിടെ വരെയാണ്, അല്ലെങ്കിൽ രജിസ്റ്റർ നെയിം എവിടെ മുതൽ എവിടെ വരെയാണ്? ടെമ്പററി രജിസ്റ്റേഴ്സിന്റെ ലൈക്ക് ആ രജിസ്റ്റർ നെയിം വരണ്ട, എത്ര രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ടെമ്പററി രജിസ്റ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 7 രജിസ്റ്റേഴ്സ് ആണുള്ളത്, T0 മുതൽ T6 വരെ. വെരി ഗുഡ്. ദെൻ സേവ്ഡ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോർമൽ രജിസ്റ്റേഴ്സോ എത്ര എണ്ണം ഉണ്ട്? 12 കേട്ടോ. 0 to 11 ആണുള്ളത്, ശരിയാണ്. S0 മുതൽ S11 വരെയാണ്. പക്ഷെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാലോ, 12 എണ്ണം ഉണ്ട് കേട്ടോ. 12 രജിസ്റ്റേഴ്സ് ആണുള്ളത്, പക്ഷെ അതിനകത്ത് S0 മുതൽ S11 വരെയാണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണേ. ഞാൻ ക്വസ്റ്റ്യൻ പറയുവാണ്, എഴുതിയെടുക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. അതായത് എന്റെ ഹൈ ലെവൽ കോഡ് എന്ന് പറയുന്നത്, S is equal to x minus y, S is equal to ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x minus y plus j. S is equal to x minus y plus j. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് S എന്ന് പറയുന്നത് S3യിലും x എന്ന് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. x എന്ന് പറയുന്നത് S5യിലും y എന്ന് പറയുന്നത് S7യിലുമാണ്. ആൻഡ് j എന്ന് പറയുന്നത് S9യിലുമാണ് എങ്കിൽ how we will write that code? അസംബ്ലി ലാംഗ്വേജ് കോഡാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്, S is equal to x minus y ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് പ്ലസ് j ആണ് എങ്കിൽ, x minus y plus j ആണ് എങ്കിൽ, S എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് S3യിലാണ്, x സ്റ്റോർ ചെയ്തിരിക്കുന്നത് S5യിലാണ്, y സ്റ്റോർ ചെയ്തിരിക്കുന്നത് S7യിലാണ്, j സ്റ്റോർ ചെയ്തിരിക്കുന്നത് S9യിലാണ്. സോ അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് അസംബ്ലി ലാംഗ്വേജ് കോഡ് വരുന്നത്?
ടേക്ക് യുവർ ടൈം കേട്ടോ. ടൈം എടുത്ത് ആലോചിച്ച് ചെയ്താൽ മതി. മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. പറയണോ? ആൻസർ പറയണോ? സബ് ആദ്യം നമ്മൾ എന്താണ് ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന ചെയ്യുന്നത് അല്ലെ? അവിടെ ഓപ്പറേറ്റർ ഏതാണ്? മൈനസ് ആണ്. അപ്പൊ അവിടുത്തെ നിമോണിക് കോഡ് എന്ന് പറയുന്നത് സബ് ആണ്. സബ് ഇനി നമുക്ക് എന്താണ് അത് ഇന്റർമീഡിയറ്റ് വാല്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമുക്ക് എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ടെമ്പററി ലൈക്ക് രജിസ്റ്ററിനെ വിളിക്കുന്നു T0 കോമ ഇനി എക്സും വൈയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. S5 S7 ആണ്. സോ സബ് T0, S5, S7 ആണ് ആദ്യത്തെ കോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോഡിൽ ഏതാണ്? അപ്പൊ നമുക്ക് ആ ഇന്റർമീഡിയറ്റ് വാല്യൂ കിട്ടി. എക്സിൽ നിന്ന് മൈനസ് വൈ ചെയ്തത് കിട്ടി. ഇനി അതിനോട് നമുക്ക് എന്ത് ചെയ്യണം? അഡീഷൻ ചെയ്യണം. സോ നമ്മുടെ രണ്ടാമത്തെ കോഡ് എന്ന് പറയുന്നത് ആഡ് ആണ്. ഇനി ആഡ് ചെയ്തിട്ട് എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്? എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. എസ് എന്ന് പറയുന്ന വേരിയബിൾ S3 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ആഡ് S3 കോമ ഇനി ആ ടെമ്പററി വേരിയബിളിൽ നിന്നാണ് ടെമ്പററി വേരിയബിളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ ജെ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇത് ആഡ് ചെയ്യേണ്ടത്. സോ ആഡ് S3 കോമ T0 കോമ S9. ഐ ഹോപ്പ് എവറി വൺ ഗോട്ട് ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാര്യം ചോദിക്കുക. സോ അത്യാവശ്യം റെസ്പോണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു മനസ്സിലായിട്ടുണ്ടെന്ന് കേട്ടോ. ഇനി നമുക്ക് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മളിപ്പോ അസംബ്ലി ലാംഗ്വേജ് എന്താന്ന് പറഞ്ഞു. എന്താണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ ഹ്യൂമൻ മനസ്സിലാകുന്ന രീതിക്ക്, മനുഷ്യന് മനസ്സിലാകുന്ന രീതിക്ക് എഴുതുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു കോഡ്, നമ്മൾ കമ്പ്യൂട്ടറിന് ചെയ്യേണ്ട ഒരു കോഡ് എഴുതുന്നു. ആ കോഡിന്റെ അതായത് നമ്മൾ എഴുതുന്ന കോഡ്, അതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന വൺസ് ആൻഡ് സീറോസിന്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. എന്താണ്? അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഷയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ടൂൾ ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. ഈ അസംബ്ലറിന് നമ്മൾ കൊടുക്കുന്ന ചില എന്താണ് ഒരു ഗ്ലോബൽ വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്തോ, അല്ലെങ്കിൽ കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്തോ, അല്ലെങ്കിൽ കോഡ് ഏതാണ്, ഡേറ്റ ഏതാണെന്നൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കാവുന്ന രീതിക്ക് നമ്മൾ അസംബ്ലറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കമാൻഡുകളാണ് അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് ആണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഇത്ര നേരം നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്താന്നാ പറഞ്ഞത് അല്ലെ? ഈ അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന കോഡുകളാക്കി മാറ്റണമല്ലോ. ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ, അതായത് ഇപ്പോ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലേക്കാക്കി മാറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. സോ അസംബ്ലറിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ പർട്ടിക്കുലർ നമ്മൾ എഴുതിയിരിക്കുന്ന കോഡിൽ ഏതാണ് കോഡ്, ഏതാണ് ഡേറ്റ, അല്ലെങ്കിൽ ഏതാണ് ഗ്ലോബൽ വേരിയബിൾസ്, അല്ലെങ്കിൽ ഏതാണ് കോൺസ്റ്റന്റുകൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡുകളാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. CP വേണ്ടിയിട്ടല്ല, അസംബ്ലർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ടൂളിന് കൊടുക്കുന്ന ചില കമാൻഡുകളാണ്. അസംബ്ലർ ഡയറക്റ്റീവ്സ് ആർ കമാൻഡ്സ് ഫോർ ദ അസംബ്ലർ പ്രോഗ്രാം. അസംബ്ലർ പ്രോഗ്രാമിൽ കൊടുക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു മാനേജ് ദ അസംബ്ലി പ്രോസസ്സ്. അസംബ്ലി പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ചില കമാൻഡുകളാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അസംബ്ലറിനെ എന്ത് ചെയ്യുകയാണ്? ഡയറക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ കമാൻഡ് ആണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അസംബ്ലി ഡയറക്റ്റീവ്സിനെ തന്നെയാണ് സ്യൂഡോ ഓപ്സ് എന്ന് വിളിക്കുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. അത് ഓർഗനൈസ് ചെയ്യാൻ, അസംബ്ലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂളിനെ ഓർഗനൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ മെമ്മറിനെ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ളതാണ്. ഇനി അസംബ്ലർ ഡയറക്റ്റീവ്സിന് എക്സാമ്പിൾസ് ആണ് ഡോട്ട് ഡേറ്റ, ഡോട്ട് ടെക്സ്റ്റ്, ഡോട്ട് ഗ്ലോബൽ, അല്ലെങ്കിൽ ഡോട്ട് വേർഡ്, ബൈറ്റ്, സ്പേസ്, അതും അല്ലെങ്കിൽ എന്താണ് ഡോട്ട് BSS, ഡോട്ട് RO ഡേറ്റ. സോ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4 നമ്മൾ അറിഞ്ഞിരിക്കണം. ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. അസംബ്ലറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയറക്റ്റീവ് ആണ്. ഈ അസംബ്ലർ ഡയറക്റ്റീവായ ഡോട്ട് ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നത്. ഡോട്ട് ടെക്സ്റ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഒരു ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ്. പ്രോഗ്രാമിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയറക്റ്റീവ് ആണ്. ആർക്ക്? അസംബ്ലർ എന്ന് പറയുന്ന ടൂളിനോട് പറയുകയാണ് ഡോട്ട് TXT ഇട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? പ്രോഗ്രാംസ് ആണ്, എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാംസ് ആണ്. എന്നാൽ ഡോട്ട് ഡേറ്റ ഇട്ടാണ് എഴുതുന്നത് എങ്കിൽ അതെന്താണ്? പർട്ടിക്കുലർ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. അതെന്താണ്? ഡേറ്റാസ് ആണ്, വേരിയബിൾസ് ആണ്. ഒരിക്കലും അതൊരു കോഡല്ല.
ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുത്തേക്കാണ് അസംബ്ലി ലാംഗ്വേജിൽ. ആ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂളാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അസംബ്ലറിനോട് പറയുവാണ്, നമ്മൾ എഴുതിയിരിക്കുന്നത് അസംബ്ലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂളിന് മനസ്സിലാകണമല്ലോ. സോ .txt ഇട്ട് എഴുതിയിരിക്കുന്നതെല്ലാം എന്താണ്? പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്നാൽ .data ഇട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? അത് പർട്ടിക്കുലർ വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഗ്ലോബൽ വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രാമിന്റെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ്. ഇനി .bss വെച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാത്ത ചില വേരിയബിൾസ് ആണ്. ഇനീഷ്യലൈസ് ചെയ്യാത്ത വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി 0 ആയിട്ടാണ് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി .ro കൊണ്ട് ഉദ്ദേശിക്കുന്നത്, .ro എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എന്താണ് 5, 4, 3 അങ്ങനെയുള്ള വാല്യൂസിന്, റീഡ് ഓൺലി വാല്യൂസിന് മാത്രം സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇപ്പൊ .ro ഇട്ടിട്ട് ഞാൻ എന്താണ് 5 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് റീഡ് ഓൺലി ഡേറ്റയാണ്, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നു. സോ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അസംബ്ലർ എന്ന് പറയുന്ന ടൂളിന് കൊടുക്കുന്ന ചില സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസംബ്ലി ലാംഗ്വേജിനെ മനസ്സിലാക്കിക്കൊണ്ട് അസംബ്ലറിന് എന്ത് ചെയ്യണം? അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില ഡയറക്റ്റീവ്സ് ആണ്. .txt ഇട്ട് കഴിഞ്ഞാൽ അതൊരു ടെക്സ്റ്റ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സെക്ഷൻ ആണ്. .data ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലോബൽ ഡേറ്റ സെക്ഷൻ ആണ്. അത് കോഡല്ല, എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡല്ല, അത് ഡേറ്റാസ് ആണ്. ദെൻ .bss ഇട്ട് കഴിഞ്ഞാൽ ഗ്ലോബൽ ഡേറ്റ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി .equ അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഈ .eq കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ സാധാരണ ഒരു C ലാംഗ്വേജിലെ int a = 5 എന്ന് കൊടുത്താൽ a എന്ന് പറയുന്ന പർട്ടിക്കുലർ വേരിയബിളിലേക്ക് എന്ത് വരുന്നു? 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവുന്നു. ആ സെയിം സെനാരിയോ നടക്കുന്നതാണ് .equ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡയറക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. .equ a,5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ a എന്ന് പറയുന്ന നെയിം, അല്ലെങ്കിൽ a എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഡെഫിനിഷന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെ ഡെഫിനിഷൻ വിത്ത് വാല്യൂ, ഇനീഷ്യലൈസേഷൻ കൂടെ വരുന്നുണ്ട്. വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? .eq. അതുപോലെ കുറെ എന്താ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഈ ഓരോരോ അസംബ്ലർ ഡയറക്റ്റീവ്സിന്. സോ ഇതൊക്കെ ഓർത്തിരിക്കുക. .end എന്നൊക്കെ പറഞ്ഞ എന്താണ്? അസംബ്ലി കോഡ് തീർന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ അസംബ്ലർ ഡയറക്റ്റീവ് ആണ് .end എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് അസംബ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അടുക്കാനുള്ള സമയം ഉണ്ടോ?